ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് സ്ത്രീ പുരുഷ ലൈംഗികതയിൽ ഈ ഉത്തേജന പ്രവർത്തനങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. അപ്പോൾ പലരുടെയും ജീവിതത്തിൽ സംതൃപ്തമായ ഒരു ലൈംഗിക ജീവിതം നയിക്കാൻ പറ്റാതെ വരുന്നത് അവർക്ക് പറ്റുന്നതായിട്ടുള്ള ഒരു ഉത്തേജന പ്രവൃത്തി കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ടാണ്. ഇനി അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ തന്നെ അത് നിറവേറ്റാനുള്ളൊരു സാഹചര്യമില്ല. അപ്പം നമുക്ക് ലൈംഗികതയിൽ സ്ത്രീക്കായാലും പുരുഷനായാലും ഓരോ പാറ്റേൺ ഉണ്ട്. ഈ പാറ്റേണിനനുസരിച്ചുള്ള പ്രവൃത്തിയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു സംതൃപ്തിയും ആനന്ദവും ഒക്കെ കിട്ടും. അപ്പോൾ ഈ പാറ്റേൺ ഇരിക്കുന്ന മുഴുവൻ നമ്മുടെ മനസ്സിനകത്താണ്. ഏത് രീതിയിൽ ചെയ്താൽ എനിക്ക് സുഖം കിട്ടും, എങ്ങനെ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം, എങ്ങനെ ചെയ്യാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം, ഇതൊക്കെ തന്നെ നമ്മുടെ ഉപബോധ മനസ്സിനറിയാം. എന്ന് വെച്ചാൽ കളിക്കുമ്പം നമ്മൾ ഏത് രീതിയിലാണ് ചൂടാകുന്നത്, നമ്മുടെ പങ്കാളി ഏത് രീതിയിലാണ് ചൂടാകുന്നത്, അതാണ് പ്രധാനം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഉത്തേജന പ്രവൃത്തി പല രീതിയിലുണ്ട്. അതൊരു പക്ഷേ ചെയ്യുന്ന രീതിയായിരിക്കും, അല്ലെങ്കിൽ ഒരു ചിന്തയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫാൻറ്റസി ആയിരിക്കും, എന്തെങ്കിലും ഒരു കാര്യം. പക്ഷേ അത് എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ പ്രാവശ്യം എപ്പം നമ്മൾ ലൈംഗികത ചെയ്താലും ആ ഒരു കാര്യം ചെയ്യും. ആ സ്ത്രീ ആയാലും പുരുഷനായാലും ചെയ്യും. ഒന്നുകിൽ അവർ ചെയ്യും, അല്ലെങ്കിൽ പങ്കാളി അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കും. അപ്പം നമ്മളൊരു 10 പേരെ എടുത്താൽ 10 തരത്തിലായിരിക്കും ഇതിൻ്റെ ഇഷ്ടങ്ങൾ പോകുന്നത്. ചിലവരെ സംബന്ധിച്ച് വാ കൊണ്ട് ചെയ്യുന്ന ഇഷ്ടം, ചിലർക്ക് അങ്ങനെയല്ല ബട്ടക്സ് ഭാഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യുന്ന ഇഷ്ടം, ചിലർക്ക് മാറിടത്തിൻ്റെ ഭാഗത്ത് ശ്രദ്ധിക്കുന്ന ഇഷ്ടം. ആ ഭാഗങ്ങളാണ് കൂടുതലും അവരുടെ വികാര കേന്ദ്രങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ചില ആൾക്കാരെ സംബന്ധിച്ച് കൂടുതൽ സംസാരിച്ച് കുറേ ഗോസിപ്പൊക്കെ പറഞ്ഞ് ചെയ്യുന്ന ഇഷ്ടം, ചിലർക്ക് അങ്ങനെയല്ല കുറച്ച് ഫാൻറ്റസിയൊക്കെ കണ്ട് ചെയ്യുന്ന ഇഷ്ടം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. പുരുഷനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ചിലവരെ സംബന്ധിച്ച് ഏതെങ്കിലും ഇങ്ങനെയുള്ള രീതിയോട്, ഒരു പ്രത്യേക രീതിയോട് ഒരു വല്ലാത്ത അഭിനിവേശമുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ ഫെറ്റിഷായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും ലൈംഗികതയെ ഉണർത്തുന്നത് എന്താണ്? നമുക്കെപ്പോഴാണ് വികാരം ഉണ്ടാകുന്നത്? അസ്വാഭാവികമായിട്ടുള്ള എന്തോ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴാണ്, അല്ലേ? എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും സ്വാഭാവികമായിട്ട് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളുണ്ടല്ലോ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തി നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുകയോ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ എന്തൊക്കെയോ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് വികാരം ഉണ്ടാകുന്നത്. അപ്പം ലൈംഗികതയിൽ സ്ത്രീക്കായാലും പുരുഷനായാലും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ഉത്തേജനമെന്ന് പറയുന്ന പ്രോസസ്സിംഗ് ആണ്. ഈ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്വാഭാവികമായി ചിന്തിച്ചുകൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് നല്ല ഉണർവുണ്ടാകത്തില്ല, പ്രത്യേകിച്ചും ലൈംഗികപരമായ കാര്യത്തിൽ. അതുകൊണ്ടാണ് ഇത് ഓരോരുത്തരെയും സംബന്ധിച്ചും തികച്ചും വ്യക്തിപരമാണെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരാളുടെ ലൈംഗിക ജീവിതം അവരെ സംബന്ധിച്ച് പേഴ്സണലാണ്. ഇപ്പോൾ ഇതിനകത്ത് വാ കൊണ്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു സ്ത്രീ, അവരെ സംബന്ധിച്ച് അവരുടേതായ ഒരു ഫാൻറ്റസിയിലാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. നമുക്ക് എത്ര വിശപ്പുണ്ടെങ്കിലും ഐസ്ക്രീം കിട്ടിയാൽ നാക്കുകൊണ്ട് നക്കിയേ തിന്നത്തുള്ളൂ. എല്ലാവരും അങ്ങനെ. എന്ന് വെച്ചാൽ സാവധാനം ആസ്വദിച്ച് കഴിക്കുന്ന രീതിയുണ്ടല്ലോ, അത്. അപ്പോൾ ഈ സമയത്ത് ഓരോരുത്തർക്ക് ഓരോ രീതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാൻറ്റസി അനുസരിച്ച് രീതിക്ക് മാറും. അതുപോലെ ചിലർക്ക് ഈ സമയത്ത് കടിക്കുന്ന ഇഷ്ടമാണ്. അപ്പോൾ ഈ വാ കൊണ്ട് ഇതിങ്ങനെ തിന്നുന്നത് സ്വാഭാവികമായിട്ടുള്ള പ്രവൃത്തിയല്ലല്ലോ, അതുകൊണ്ടാണ് അതൊരു ഉത്തേജന കേന്ദ്രമായിട്ട് തോന്നുന്നത്. അതുപോലെ ഒരു സ്ത്രീയുടെ വികാര കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന അവരുടെ മാർണങ്ങളാണെങ്കിൽ അതിനകത്ത് കിട്ടുന്ന സ്റ്റിമുലേഷനായിരിക്കും അവർ പ്രാധാന്യം കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ എത്രത്തോളം സ്റ്റിമുലേഷൻ അതിനകത്ത് കിട്ടാമോ അത്രത്തോളം അവരത് ആസ്വദിക്കും. അതുപോലെ ചിലർക്ക് നല്ല ഷേപ്പൊക്കെയുള്ള ബട്ടക്സൊക്കെ ആണെങ്കിൽ അതിനകത്ത് സ്റ്റിമുലേഷൻ കിട്ടാനായിരിക്കും അവരാഗ്രഹിക്കുന്നത്. കാരണം അവരുടെ ഒരു വികാര കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഉത്തേജന കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നത് ആ ഭാഗമാണ്. എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് കിട്ടാത്ത ഏതോ ഒരു സ്ട്രോക്ക് ഈ സമയത്ത് അവർക്ക് അവിടെ കിട്ടുന്നു. അതാണ് അതിനകത്തെ അനുഭൂതി എന്ന് പറയുന്നത്. അപ്പം ഞാനിത് പറയുന്നത് എന്തിനെന്ന് വെച്ചാൽ, ഈ ലൈംഗികതയിൽ പലർക്കും വിരക്തി ഉണ്ടാകാൻ, അല്ലെങ്കിൽ ഒരു മടുപ്പുണ്ടാകാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ കുറേ നാൾ നമ്മൾ ഒരേ രീതിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരേപോലെ തന്നെ ചെയ്യുന്നു. അപ്പം മനസ്സിനകത്ത് നമ്മൾ അറിയാതെ നമ്മുടെ ഉപബോധ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് എന്തോ ഇത്ര രസം ഇരിക്കുന്നു, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തോ ഇത്ര ആനന്ദം ഇരിക്കുന്നു, സ്റ്റിമുലേഷനായിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്ത നമ്മുടെ മനസ്സിനകത്ത് വരും. നമ്മൾ യഥാർത്ഥത്തിൽ എന്തിനാണ് ഈ ടൂറ് പോകുന്നത്?
അല്ലെങ്കിൽ നമ്മൾ വ്യത്യസ്തമായ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാ? വ്യത്യസ്തമായ കാഴ്ചകൾ കാണുന്നു എന്തിനു വേണ്ടിയാ? നമുക്ക് ഒരു വ്യത്യസ്തത വരുമ്പോഴാണ് അവിടെ ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാകുന്നത്. അതിനു വേണ്ടിയാണ്, എന്ന് വെച്ചാൽ ഒരു മടുപ്പ് മാറാനായിട്ട്. അതുപോലെ നമ്മൾ വ്യത്യസ്തമായ വസ്ത്രം ധരിക്കുന്നു, ഇതെല്ലാം പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നു, പുതിയ പുതിയ പാട്ടുകൾ കേൾക്കുന്നു, പുതിയ പുതിയ സിനിമകൾ കാണുന്നു, അങ്ങനെയെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം പലർക്കും ഒരു അപ്ഡേഷൻ ഇല്ല. അപ്പോൾ ഈ പുതുമ വരേണ്ടത് പ്രവൃത്തി തലത്തിൽ മാത്രമല്ല കേട്ടോ, ചിന്താതലത്തിലും വരണം. എനിക്ക് തോന്നുന്നു ആദ്യം ആ ചിന്താതലത്തിൽ വന്നെങ്കിൽ മാത്രമേ പ്രവൃത്തി തലത്തിൽ ചെയ്യുമ്പം അതൊരനുഭൂതിയായിട്ട് മാറത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ഇപ്പം യഥാർത്ഥത്തിൽ ലിംഗം പ്രവേശിപ്പിക്കേണ്ടത് യോനിയിലാണല്ലോ. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ വാ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് കൂട്ടർക്കും, സ്ത്രീക്കും പുരുഷനും, അതൊരു അസ്വാഭാവികമായിട്ടുള്ള പ്രവൃത്തിയായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ചില സ്ത്രീ പുരുഷന്മാരിൽ ഇതിനോടുള്ളൊരു രസം അല്ലെങ്കിൽ ഇതിനോടുള്ളൊരു ആസക്തി നിലനിർത്താനായിട്ട് സാധിക്കും. എനിക്കറിയാവുന്ന ഒരു ആൻറ്റിയുടെ കാര്യം ഞാൻ പറയാം, അപ്പോൾ കുറച്ചുകൂടെ അത് മനസ്സിലാവും. അപ്പോൾ ഈ ആൻറ്റിയെ സംബന്ധിച്ചൊരു 47-48 വയസ്സുണ്ട്, ഏതാണ്ട് 50-നോടടുത്ത്. അപ്പം ഞാൻ ഈ പറഞ്ഞ ആൻറ്റി ഒരു നല്ല വീട്ടമ്മയാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സമൂഹത്തിൽ നല്ലൊരു വീട്ടമ്മയ്ക്ക് വേണ്ടുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണ്, അതെല്ലാം ഈ ആൻറ്റിയിലുണ്ട്. എന്ന് വെച്ചാൽ സമൂഹത്തിൽ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇപ്പോൾ ഒന്നിച്ചാണ് താമസിക്കുന്നത്. നേരത്തെ പുള്ളിക്കാരൻ വിദേശത്തായിരുന്നു, എങ്കിലും ഇപ്പോൾ ഒന്നിച്ചാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഇവിടെ പറയാൻ കാരണം, നല്ല ലൈംഗിക ജീവിതം മടുപ്പില്ലാതെ നയിക്കുന്നവരാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കുമ്പം മിക്കവാറും ഇപ്പോൾ 2-3 പ്രാവശ്യം ഇങ്ങനെ ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട്, കളിയാണ് എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം, എൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം, എൻ്റെ ഈ പ്രസരിപ്പിൻ്റെ ഒക്കെ രഹസ്യം എന്ന് പറയുന്നത് കളിയാണെന്ന്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ, ഈ പ്രായത്തിലുമൊക്കെ ഇത്രയും അങ്ങോട്ട് ഇൻട്രസ്റ്റ് വരാൻ എന്തുവാ കാരണം? അപ്പോൾ അതിന് മറുപടിയായിട്ട് അവർ പറഞ്ഞാണ്, യഥാർത്ഥത്തിൽ 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അവർ നല്ലൊരു ലൈംഗിക ജീവിതം അനുഭവിക്കാൻ തുടങ്ങിയത് തന്നെ. ഇപ്പോൾ ഒരു പ്രായത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല പല ഉത്തരവാദിത്തങ്ങളാണ്. ജോലി സംബന്ധമായ ഉത്തരവാദിത്തം, അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ, അതുപോലെ സാമ്പത്തികം ഉണ്ടാക്കണം, അതുപോലെ കുട്ടികളുടെ കാര്യങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, വിവാഹം, അങ്ങനെ പല ഘട്ടത്തിൽ കൂടിയാണ് ഒരു പ്രായം വരെ ഈ ആൾക്കാരുടെ ജീവിതം കടന്നു പോകുന്നത്. അപ്പോൾ ഒരു സ്റ്റേജ് കഴിയുമ്പം ഇതിൽ നിന്ന് സ്വാഭാവികമായിട്ടൊക്കെ ഒരു അയവ് വരും. എന്ന് കരുതി നമുക്ക് പ്രശ്നങ്ങളെല്ലാം മാറിയിട്ട് കളിക്കാമെന്ന് നോക്കിയാൽ നടക്കത്തില്ല. അടിക്കേണ്ട സമയത്ത് പറന്നടിക്കുക തന്നെ വേണം. അപ്പം ഞാനിവിടെ പറയുന്നത് നമ്മുടെ ആൻറ്റിയുടെ ഒരു പേഴ്സണൽ കാര്യമാണ്. എന്ന് വെച്ചാൽ ഈ ബന്ധപ്പെടുന്ന സമയത്ത് അവരെ തന്നെ നമ്മൾ ഈ പോൺ വീഡിയോസിലെ നായികമാരുണ്ടല്ലോ, ആ രീതിയായിട്ടങ്ങ് മാറും. എന്ന് വെച്ചാൽ ആ സമയത്ത് അവരങ്ങനെയുള്ള ഒരു സ്ത്രീയായിട്ടങ്ങ് മാറും. അപ്പം പങ്കാളിയും അവരെ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ഇഷ്ടം. അപ്പോൾ അവരോട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ആ രീതി സംസാരിച്ചെങ്കിലേ അവർക്ക് ഉത്തേജനം വരുത്തുള്ളൂ. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഈ ഓറൽ ചെയ്യുന്നത് ഒരു പ്രത്യേക ഒരാനന്ദമാണ്, ഒരു പ്രത്യേക രീതിയിലൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ആ ഒരു വ്യത്യസ്തത അവരവർ തന്നെ കണ്ടെത്തണം. ഇപ്പോൾ സ്വയംഭോഗം ചെയ്യുന്ന സമയത്താണെങ്കിലും വ്യത്യസ്തമായ രീതികൾ നമ്മൾ പരീക്ഷിക്കത്തില്ലേ, അല്ലെങ്കിൽ ആസ്വദിക്കത്തില്ലേ എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇതിനകത്ത് ഇഷ്ടം പങ്കാളി നിർബന്ധിച്ച് തീറ്റിക്കണം. ആദ്യമൊക്കെ ഇങ്ങനെ സമ്മതിക്കാതൊക്കെ ഇരിക്കും, പിന്നെ ഇങ്ങനെ നിർബന്ധിച്ച് തിന്നുന്നതിനോടാണ് ഇഷ്ടം. അതുപോലെ പങ്കാളി ഇതിനകത്ത് പ്രേരിപ്പിക്കാൻ പുരുഷനും ഇഷ്ടമാണ്. ഈ സമയത്ത് അവർ 2 പേരും കാണുന്നൊരു ഫാൻറ്റസി ഉണ്ടല്ലോ, അതാണ് അതിനകത്തെ ഒരു സുഖം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നാണ് ഇങ്ങനൊരു ഫാൻറ്റസി ഉണ്ടാകുന്നത്. ഒരു പക്ഷേ നേരത്തെ അനുഭവിച്ച കാര്യങ്ങൾ, കണ്ട കാഴ്ചകൾ, ഇതെല്ലാം അതിനകത്ത് വരും. അതുപോലെ ഈ അടിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതുപോലുള്ള ഫാൻറ്റസികൾ, അല്ലാത്ത സമയമൊക്കെ നോർമലാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട് ലൈംഗികതയിൽ, ഉണ്ടെന്നല്ല ഉണ്ടാവണം. അല്ലെങ്കിൽ മറ്റ് ജീവിത പ്രശ്നമൊക്കെ വന്നു കഴിയുമ്പോൾ ഇതിനോട് താല്പര്യം കുറയാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, കളിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു രീതി ഉണ്ടാകണം. ഒരിക്കലും ഒരു തുറന്ന പുസ്തകമായിട്ട് മാറരുത്. പ്രത്യേകിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാനസിക പ്രവർത്തനങ്ങൾ, ഫാൻറ്റസികൾ, ഇതൊക്കെ വളരെ പേഴ്സണലാണ്. ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ രീതി കൊണ്ട് മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. ഈവൻ പങ്കാളിക്ക് പോലും അതൊരു ബുദ്ധിമുട്ടാകരുത്.
അപ്പോൾ നമുക്ക് ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ഒരു ലൈംഗികത വേണമെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു രീതി ഇതിനകത്ത് വേണം. അപ്പോൾ ഇത് ഒരാളിൻ്റെ ശരീരപ്രകൃതം അനുസരിച്ച്, മാനസിക നിലവാരം അനുസരിച്ച്, ബുദ്ധിയുടെ രീതി അനുസരിച്ച്, അതുപോലെ ജീവിത സാഹചര്യം അനുസരിച്ചൊക്കെ മാറ്റം വരും. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.